ഇപ്പോൾ എപ്പോഴും മഴയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ. അതായത് നമ്മളിപ്പോൾ ഒരു ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ ചിലപ്പോൾ മഴയൊന്നും കാണില്ല. നല്ല മെയ്യിൽ മഴയായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞിട്ട് ഏപ്രിലിലെല്ലാം മഴയായിരുന്നു. മഴയാണ്. കൊടും വേനൽ അനുഭവിക്കേണ്ട സമയത്ത് മഴ. അപ്പോൾ കാലാവസ്ഥ മൊത്തത്തിൽ മാറി. അത് എന്തോ പ്രകൃതിയെ ചൂഷണം ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടായ ഇതായിരിക്കാം. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ പര്യാപ്തമല്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്നത്. ഇപ്പോൾ ഒരു മഴ വന്നൊരു പ്രളയം വരേണ്ടി വരും സ്വാഭാവികമായിട്ടും സർക്കാർ ഒന്ന് ഉണരാൻ വേണ്ടിയിട്ട്. പലപ്പോഴും ഈ വേനൽ സമയത്തുണ്ടാകുന്ന മഴ ഒരുപാട് രോഗങ്ങൾക്കും ഒക്കെ കാരണമാകുന്നുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. ചിക്കൻ ബോക്സ് അടക്കമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കാനുള്ള ഒരു സമയം കൂടിയാണിത്, ഈ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ. പക്ഷേ ഇതിലൊന്നും തന്നെ സർക്കാരോ ആരോഗ്യ സംവിധാനങ്ങളോ ഒന്നും ഉണർന്ന് പ്രവർത്തിക്കാത്തൊരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഡാമുകളുടെ കാര്യക്ഷമത, ഡാമുകൾ തുറന്നു വിടേണ്ടതിൻ്റെ ആവശ്യകത, ഇതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരും ഒന്നും തന്നെ. ഇതിപ്പോൾ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചാനലുകളെല്ലാം 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് എന്ന് പറയുന്നതല്ലാതെ ഇതിന് ഒരു പരിഹാരം ആരും നിർദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ മഴയെ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. മഴ പ്രളയമായി മാറുമോ, അല്ലെങ്കിൽ ഈ കടുത്ത മഴ എന്തിനുള്ള സൂചനയാകാം എന്നുള്ള കാര്യത്തിൽ പേടിക്കേണ്ടത് തന്നെ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം.